എൻ ശിവരാജൻ പറയുന്നു ബി.ജെ.പിയുടെ അടിത്തറ ശക്തം, മേൽക്കൂര മാറണം. സി കൃഷ്ണകുമാറും കെ സുരേന്ദ്രനുമാണോ ശിവരാജൻ പ്രാസമൊപ്പിച്ചു പറഞ്ഞ മേൽക്കൂരക്കാർ? റഹീസ്, പാലക്കാട് ബി.ജെ.പിയിൽ അസാധാരണമായ ചില പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി ഇപ്പോൾ RSSന്റെ ഒരു പൊളിറ്റിക്കൽ വേഷനാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഒരു കേഡർ സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ ജനാധിപത്യ സ്വഭാവം അതിനകത്ത് ആന്തരികമായി വർത്തിക്കുന്ന ഒരു പ്രത്യേകതരം പാർട്ടി കൂടിയാണ് ബി.ജെ.പി. കാരണം കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത നൽകിയാൽ അത് കെ സുരേന്ദ്രന് എതിരെയുള്ള വാർത്തയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിക്കകത്ത് തന്നെയുള്ള പല നേതാക്കളും നമ്മളെ വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള ഒരു പാർട്ടി കൂടിയാണ് ബി.ജെ.പി. ആ ബി.ജെ.പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേഡർ സ്വഭാവം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്കൊക്കെ ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ കൂടിയും അതിൻ്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഔദ്യോഗികമായി പ്രതികരണം രേഖപ്പെടുത്താറുള്ളത്. പക്ഷേ ഇതാദ്യമായി സംസ്ഥാനത്ത് ബി.ജെ.പിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം സംസ്ഥാന അധ്യക്ഷന്റെ ഔദ്യോഗികമായ പ്രതികരണത്തിനൊപ്പം തന്നെ മറ്റു ചില പ്രതികരണങ്ങൾ കൂടി സമാന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. അതും സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. പാലക്കാടിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പാലക്കാട് ഒരിക്കലും എന്തുകൊണ്ടാണ് പാലക്കാട്ടെ തോൽവിയിൽ ഇത്രയും അസാധാരണമായ പ്രതികരണങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു അസാധാരണത്വമുണ്ട്. കാരണം പാലക്കാട് ഒരിക്കലും ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റ് ആയിട്ടേ ഇല്ല. അപ്പം നിയമം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെവിടെയും ബി.ജെ.പിക്ക് സിറ്റിംഗ് സീറ്റ് എന്ന് പറയാനാകില്ല. പക്ഷെ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, പാലക്കാട് നഗരസഭ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബി.ജെ.പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. 2 തവണ തുടർച്ചയായ ഒരു അധികാരത്തിൽ വന്നു. മാത്രമല്ല 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി കൈവരിച്ച ആ ഒരു വിജയത്തിന് ശേഷം അന്ന് തന്നെ നമ്മൾ പറഞ്ഞു വടകരയിൽ ഷാഫി ജയിച്ചാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ നിശ്ചയമായും പാലക്കാട് കോട്ട ബി.ജെ.പി പിടിച്ചിരിക്കും. കാരണം RSSന്റെയും ബി.ജെ.പിയുടെയും കേന്ദ്ര സംവിധാനം മുഴുവൻ പാലക്കാട് ഫോക്കസ് ചെയ്യും. അവരുടെ സംഘടനാ സംവിധാനം അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. സംസ്ഥാന അധ്യക്ഷൻ തന്നെ കാര്യങ്ങൾ നേതൃത്വം നൽകും നേരിട്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് അവർക്ക് കീഴടക്കാൻ ഇക്കുറി എളുപ്പമായിരിക്കും. 2024 ഉപതെരഞ്ഞെടുപ്പ് സംഭവിച്ചാൽ പാലക്കാട് ബി.ജെ.പി പിടിച്ചിരിക്കുമെന്നുള്ളത് അന്ന് തന്നെ ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിച്ച ഒന്നാണ്. മാത്രമല്ല സി കൃഷ്ണകുമാറിനെ പോലെ ഇപ്പോൾ പാലക്കാട്ടെ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കളെയൊക്കെ അടുത്തറിയുന്ന, ജനങ്ങളെയൊക്കെ അടുത്തറിയുന്ന ഒരു നേതാവ് അവിടെ സ്ഥാനാർത്ഥിയായി വരിക കൂടി ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പാലക്കാട്ടെ തോൽവി അപ്രതീക്ഷിതവും അമ്പരപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും ഒക്കെ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ പാലക്കാട് സംഭവിച്ച ഒരു വോട്ട് ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിലും ഈ ഒരു ചർച്ചയ്ക്ക് ഉപകരിച്ചോട്ടെ എന്ന് കരുതി മാത്രം ഇപ്പോൾ 2016 ശോഭാ സുരേന്ദ്രൻ നേടിയത് 40,076 വോട്ടാണ്. 2021 ഈ ശ്രീധരന് കിട്ടിയത് 50,220 വോട്ടാണ്. 2024 സി കെയിലേക്ക് വരുമ്പോൾ, സി കൃഷ്ണകുമാറിലേക്ക് വരുമ്പോൾ അത് 39,549 വോട്ട് മാത്രമായിട്ട് കുറയുകയാണ്. അതായത് 10,671 വോട്ടിന്റെ വ്യത്യാസമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ബി.ജെ.പി പ്രതീക്ഷിച്ചത് 1,00,000-ഓളം വോട്ടുകൾ അല്ലെങ്കിൽ 1,00,000-ന് മീതെ വോട്ടുകൾ എന്തായാലും തോറ്റാൽ പോലും സമാഹരിക്കപ്പെടും എന്ന് തന്നെയായിരുന്നു ബി.ജെ.പിയുടെ പ്രതീക്ഷ. അതുണ്ടായില്ല. മാത്രമല്ല ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന പ്രതികരണങ്ങളിൽ എൻ ശിവരാജനും പ്രമീള ശശിധരനുമാണല്ലോ പാലക്കാട് പൊട്ടിത്തെറിച്ചത്. എൻ ശിവരാജൻ റഹീസെ നമ്മുടെ CPM-ലെ മണിയാശാനെ പോലെയൊക്കെയാണ്. ആ നാട്ടുഭാഷയുടെ ഒരു ലാവണ്യം, ആ രീതിയിലാണ് അദ്ദേഹം എപ്പോഴും റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അത് വേണമെങ്കിൽ ബി.ജെ.പിയുടെ ഔദ്യോഗിക നേതൃത്വം അത് ശിവരാജൻ ചേട്ടനല്ലേ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഒന്ന് വഴങ്ങിക്കൊടുത്തേക്കാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രമീള ശശിധരൻ്റെ കൂടി പ്രതികരണമാണ്. മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, ബി.ജെ.പിയാണ് അവരെ മുനിസിപ്പൽ ചെയർപേഴ്സണാക്കിയത്. ബി.ജെ.പിയുടെ കേന്ദ്ര സംഘടനാ സംവിധാനം, കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥി പോരാ, മോശം സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ സധൈര്യം പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമേ ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ളൂ എന്നാണ്. ഞെട്ടിക്കുന്ന ഒരു പ്രതികരണമല്ലേ അത്? കാരണം ഞങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്തില്ല. സ്ഥാനാർത്ഥി ആരാകണം എന്ന അഭിപ്രായം പറയാം. ഞങ്ങൾ അപ്പോഴും പറഞ്ഞു മോശം സ്ഥാനാർത്ഥിയാണ് എന്ന്, പക്ഷെ കേട്ടില്ല. സംസ്ഥാന നേതൃത്വവും കേട്ടില്ല, കേന്ദ്ര നേതൃത്വവും കേട്ടില്ല. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഇതാണ് സ്ഥാനാർത്ഥി,
തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആ സ്ഥാനാർത്ഥിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാനേ നിവൃത്തിയുള്ളൂ. അപ്പോഴും ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എന്ന്. ഇതാണ് ഇന്ന് പ്രമീള ശശിധരൻ പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യത്തിന് മുന്നിലാണ് സംസ്ഥാന അധ്യക്ഷന് മറുപടിയില്ലാത്തത്. ഒരുപക്ഷെ നടപടിയൊക്കെ വന്നേക്കാം, പക്ഷേ പ്രമീള ശശിധരൻ, നമ്മൾ ചിലരുടെ കാര്യത്തിൽ പറയില്ലേ, പ്രമീള ശശിധരൻ പുറത്തു പോയാലും ഈ ചോദ്യം അവിടെ നിൽക്കും. കാരണം ഈ ചോദ്യത്തിന് പിന്നിൽ കെ സുരേന്ദ്രന്റെ സംസ്ഥാന നേതൃശേഷിക്കപ്പുറത്ത് സുരേന്ദ്രന് പരിഹരിക്കാനാകാത്ത 100 പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ സധൈര്യം മുന്നിലേക്ക് കൊണ്ടുവരുന്നവരുടെ പ്രതിനിധി മാത്രമായിട്ടാണ് പ്രമീള സംസാരിച്ചത്. പ്രമീളയ്ക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് സുരേന്ദ്രൻ മനസ്സിലാക്കണം. ഇപ്പോ ശോഭയെ പഴിചാരി രക്ഷപ്പെടാനല്ലോ ആദ്യ നീക്കം നടന്നത്. അത് തുടക്കത്തിലെ പാളി. കാരണം പ്രമീളയോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ പ്രമീള പറഞ്ഞത്, ശോഭ വന്നിരുന്നു, ശോഭ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, കണ്ണാടി പഞ്ചായത്തിൽ ഓരോ വീടും കയറി ഇറങ്ങി സി കൃഷ്ണകുമാറിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ വോട്ട് ചോദിച്ചു. ഒരിക്കലും ശോഭാ സുരേന്ദ്രനല്ല ഈ തോൽവിയുടെ ഉത്തരവാദിത്തം. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഒറ്റ കാരണമേ ഉള്ളൂ, അത് സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ്. എനിക്ക് റഹീസിനോട് ചോദിക്കാനുള്ളത്, റഹീസിൽ നിന്ന് അറിയാനുള്ളത്, റഹീസ് പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം പരസ്യ പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പാലക്കാട് ഉണ്ടായിരുന്നു. അവിടെ റഹീസിന് തോന്നിയിരുന്നോ ഈ സി കൃഷ്ണകുമാർ ഒരു മോശം സ്ഥാനാർത്ഥിയാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള BJPയിലെ ഒരു അസംതൃപ്തി അവിടെ ഏതെങ്കിലും രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന് തോന്നിയിരുന്നു? അതോ പ്രചാരണം ഈ പ്രമീള പറഞ്ഞത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നാണ്, ആ രീതിയിൽ തന്നെയാണോ പ്രചാരണം മുന്നോട്ട് പോയിരുന്നത്? റഹീസിന് എന്താ തോന്നുന്നത്? സുബീഷ, കോട്ടയത്ത് നിന്ന് വരുന്ന ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന രാഷ്ട്രീയം കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ജയിച്ചതിന് ശേഷവും തോറ്റതിന് ശേഷവും ഇമ്മാതിരി അടി കാണുന്നത്. പക്ഷെ BJP അല്ലെങ്കിൽ RSSന്റെ ബാക്ക് ബോണിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം BJPയുടെ ഏതെങ്കിലും പദവിയുള്ള വരുന്നവനും പോകുന്നവനുമെല്ലാം ഈ തോൽവിയുടെ പാപഭാരം കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ പിടലിക്ക് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുബീഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വന്നാൽ, പാലക്കാട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്, പാലക്കാട് നഗരത്തിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 15 ദിവസം മുമ്പാണ് നമ്മൾ ഇറങ്ങുന്നത്. പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. പക്ഷേ സി കൃഷ്ണകുമാറിൻ്റെ വലിയ ഹോൾഡിങ്സോ വലിയ പ്രചാരണ ബോർഡുകളോ ഫ്ലെക്സോ പോസ്റ്ററോ ഒന്നും മറ്റു സ്ഥാനാർത്ഥികളുടേതുള്ളതുപോലെ കാണാൻ സാധിച്ചിരുന്നില്ല. സ്വാഭാവികമായും അവിടെയുള്ള BJPയുടെ നേതൃത്വവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കാടിടക്കിയുള്ള ഒരു പ്രചരണം വേണ്ട എന്നതാണ് പാർട്ടിയുടെ തീരുമാനം. തിരുവനന്തപുരത്ത് ലോക്സഭയിൽ കാണിച്ചതുപോലെ, തൃശ്ശൂർ ലോക്സഭയിൽ കാണിച്ചതുപോലെ വിജയിക്കും എന്നൊരു തോന്നൽ നിഷ്പക്ഷരായ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടർമാരുടെ മുന്നിലേക്ക് ഇവിടെ വിജയിക്കാൻ പോകുന്നത് സി കൃഷ്ണകുമാറാണ്, BJP ആണ് എന്ന തോന്നൽ കൊടുത്താൽ ആ വോട്ട് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് ന്യൂനപക്ഷ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യും. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്താൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏതാണ്ട് 24% വോട്ടാണ് അവിടെ ഉള്ളത്, അത് കൺസോളിഡേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. പകരം ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും സാധ്യതയുണ്ട്, സരിന് വരെ സാധ്യതയുണ്ട് എന്നൊരു ട്യൂൺ പുറത്തേക്ക് കൊടുത്താൽ ആ വോട്ട് പൊട്ടും, അതിനിടയിലൂടെ ജയിച്ചു കയറാം. ഒപ്പം RSS അടക്കമുള്ള മുഴുവൻ സംഘപരിവാർ സംഘടനകളുടെയും പ്രവർത്തകർ വീട്ടുകളിൽ ചെന്ന് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നതായിരുന്നു സ്വാഭാവികമായും RSSന്റെ സ്വഭാവം അറിയാവുന്ന ആളുകൾ എന്നതിൽ അതങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു എന്ന് മാത്രമല്ല, അത് BJP ജയിക്കാൻ പോകുന്നല്ലോ. ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ UDFനും LDFനും കഴിയണമെന്നില്ല. നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ BJP ഇവിടെ ജയിക്കാൻ പോലും സാധ്യതയുണ്ടല്ലോ എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പിന്നീട് സി കൃഷ്ണകുമാറുമായി നമ്മൾ സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞത്, ഈ ശ്രീധരൻ പിടിച്ച ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ ഈ ശ്രീധരന് കിട്ടിയ വോട്ട് എനിക്ക് കിട്ടില്ല എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അന്ന് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്കിവിടെ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പാലക്കാട്, ഞങ്ങളോട് പറഞ്ഞ, നമ്മുടെ ചാറ്റിൽ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വരെ എനിക്ക് കിട്ടും. അദ്ദേഹം ഒരു കണക്ക് വരെ പറഞ്ഞു, ഇത്ര നമ്പർ മുസ്ലിങ്ങളുടെ വോട്ട് എനിക്ക് കിട്ടും. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഭയങ്കരമായി ലോജിക്കലി ചിന്തിച്ചാൽ അത് ശരിയാണ്. കാരണം നഗരസഭ വർഷങ്ങളുമായി BJP ഭരിക്കുന്നു. ആ നഗരസഭയുടെ വൈസ് ചെയർമാനായി അദ്ദേഹം ഇരുന്നു, 4-5 തവണ കൗൺസിലറായിരുന്നു. ആ പ്രദേശത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ കച്ചവടക്കാർക്കും മറ്റും നഗരസഭയുമായി ബന്ധപ്പെട്ട് എന്താവശ്യമുണ്ടെങ്കിലും
അതിലെ ഒരു പാലമായി നഗരസഭയും ഈ കച്ചവടക്കാരും മറ്റുമായ ഉള്ള ഒരു പാലമായി നിന്നിരുന്നത് സി കൃഷ്ണകുമാറായിരുന്നു. അതുകൊണ്ട് ആ ലോജിക്കൽ അദ്ദേഹം പറയുന്നത് ശരിയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു മണിയാശാനായി നമുക്ക് എൻ ശിവരാജനെ കാണാം. കാരണം ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. അതിനുശേഷം കലാശക്കൊട്ട് ദിവസം ഞങ്ങളൊക്കെ കണ്ണിൽ കണ്ടതാണ് സി കൃഷ്ണകുമാറിൻ്റെ പ്രചാരണ വാഹനത്തിന് സമീപമുള്ള വാഹനത്തിൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ നിൽക്കുന്നത് പോലെ DJ ഇട്ട് പാട്ടിട്ടപ്പോൾ ആ പാട്ടിനൊത്ത് തുള്ളിക്കളിക്കുന്ന ഇദ്ദേഹത്തെ നമ്മൾ കണ്ടതാണ്. കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ എനിക്ക് ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ JP നദ്ദ എന്ന ദേശീയ അധ്യക്ഷൻ ഇതാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനിറങ്ങി. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കാകെ തന്നത് എൻ്റെ വീടിരിക്കുന്ന ബൂത്തിൻ്റെ ചുമതലയാണ്. ആ ബൂത്തിൽ 80% ആകെ പോൾ ചെയ്ത വോട്ടിൽ 20% വോട്ട് മാത്രമേ രാഹുലിനും സരിനും പോയിട്ടുള്ളൂ. 80% വോട്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. നേരെ മറിച്ച് സി കൃഷ്ണകുമാറിൻ്റെ വീടിരിക്കുന്ന ബൂത്തിൽ 40 വോട്ടിന് കൃഷ്ണകുമാർ പിന്നിലാണ്. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിമോൾ കൃഷ്ണകുമാർ, സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിമോൾ കൃഷ്ണകുമാർ കൗൺസിലർ ആയിരിക്കുന്ന വാർഡിൽ 500 വോട്ടിനാണ്. 1-2 വോട്ടിനല്ല, 500 വോട്ട്. ഒരു നഗരസഭ ഒരു വാർഡിൽ എത്ര വോട്ടുണ്ടായിരിക്കുമെന്ന് നമുക്കറിയാലോ. അവിടെ 500 വോട്ടിന് പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും നഗരസഭയിലെ 28 കൗൺസിലർമാരിൽ 18 കൗൺസിലർമാർ എതിരായി നിന്നു എന്നതാണ് ഇവരുടെ കുറ്റപത്രം. അങ്ങനെ വോട്ട് കിട്ടിയതനുസരിച്ചാണ് എതിരായി നിന്നതെങ്കിൽ സി കൃഷ്ണകുമാർ ആ ബൂത്തിൽ അദ്ദേഹത്തിനെതിരായി നിന്നെന്ന് പറയണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മിനിമോൾ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിനെതിരാണ് എന്ന് പറയണം. അതിനുശേഷം അവർ തമ്മിലടിക്കുകയാണ്. ആ തമ്മിലടിയിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന തരത്തിൽ സംസാരിക്കുന്നു കൃഷ്ണകുമാർ തനിക്കെതിരെ എന്ന് കുറച്ചു മുമ്പ് എൻ ശിവരാജൻ പറഞ്ഞു. എത്ര മോശമായിട്ടാണ് ഒരു സീനിയർ നേതാവിനെ സി കൃഷ്ണകുമാർ ഡീൽ ചെയ്തെന്ന് ഓർക്കണം. മാധ്യമപ്രവർത്തകർ എൻ ശിവരാജൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ, സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സി കൃഷ്ണകുമാറിന്റെ മറുപടി എൻ്റെ അഫിഡവിറ്റ് ഇംഗ്ലീഷിലാണ്. ആ അഫിഡവിറ്റ് വായിക്കാൻ അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, ബോധം, പ്രാപ്തി എൻ ശിവരാജൻ ഇല്ലെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കാം. എൻ്റെ അഫിഡവിറ്റ് നോക്കിയാൽ അറിയാം എൻ്റെ സാമ്പത്തിക ഉയർച്ചയും താഴ്ചയും എന്നാണ്. ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ സുബീഷ് പറഞ്ഞ പോലെ ഒരു മണിയാശാനാണ് BJPയിൽ. അങ്ങനെ ഒരു സീനിയർ മോസ്റ്റ് നേതാവിന് വിവരമില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അദ്ദേഹം പാലക്കാട് നഗരസഭയിലെ മണിയാശാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ വരും. നമ്മൾ അത് ആ നാട്ടുഭാഷയുടെ ലാവണ്യം എന്നൊക്കെ പറയുന്നത് അവരുള്ളിൽ തോന്നുന്ന കാര്യം അതേപടി വിളിച്ചു പറയുന്ന ആൾക്കാരാണ്. വളരെ സിൻസിയർ ആണ്. ഇപ്പോൾ ശിവരാജൻ ചേട്ടനൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പാലക്കാട്ട് പോകുമ്പോഴും വളരെ സ്നേഹത്തോടു കൂടി അങ്ങനെ സിൻസിയറായ ഒരു മനുഷ്യനല്ലെങ്കിൽ എങ്ങനെ സി കൃഷ്ണകുമാറിന് വേണ്ടി ദേശീയ കൗൺസിൽ അംഗം തുള്ളും? ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. നിന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് DJ കൺസലുമായി ആ മനുഷ്യൻ നിന്ന് തുള്ളുന്നത് നമ്മൾ കണ്ട. അത്ര സിൻസിയറായ ഒരു മനുഷ്യനല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. അവിടെ പാർട്ടി ജയിക്കണം. അവർക്കറിയാമല്ലോ പാലക്കാടിന്റെ ഗ്രൗണ്ട് എൻ ശിവരാജനോളം കൃത്യമായി അറിയുന്ന മറ്റു പാർട്ടി നേതാക്കളോ പ്രവർത്തകരോ പാലക്കാട് ജില്ലയിൽ ഉണ്ടാകില്ല. അത്രയും ഡീപ്പായിട്ട് പാലക്കാടിന്റെ പൾസ് അറിയുന്ന അത് അദ്ദേഹം പറയുന്നുണ്ട്. യുവമോർച്ചയുടെ ഭാരവാഹിയായി സി കൃഷ്ണകുമാർ വന്ന സമയത്ത് BJPയുടെ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അത്ര ഗ്രൗണ്ട് എനിക്കറിയാമെന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. അല്ല, അത് മാത്രമല്ല റഹീസ്, ഇപ്പോൾ പാർട്ടി ജയിക്കണം എന്നുള്ള തീവ്രമായ ശക്തമായ ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ വരട്ടെ എന്ന് എൻ ശിവരാജൻ അന്നും പറഞ്ഞത്. ഇനി അതല്ലെങ്കിൽ MT രമേശ് നിന്നോട്ടെ. അതൊരു കൃത്യമായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അത് അംഗീകരിച്ചില്ല. ഇവിടെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതെല്ലാം ശരിയാണ്, അതിന് മാത്രം കൈയടിക്കുന്ന ഏതാനും ചില ജില്ലാ പ്രസിഡന്റുമാർ, അവർ തീരുമാനിക്കുന്ന കുറച്ച് ആൾക്കാർ. ഇത് മാത്രമായിട്ട് പ്രമീള ശശിധരന്റെ പ്രതികരണം നോക്കുകയാണെങ്കിൽ നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ BJPയുടെ സംഘടനാ സംവിധാനം അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞെട്ടലാണ് ഉണ്ടാക്കുക. അവർ പറയുന്നത് 7 തവണ കൗൺസിലർമാർ അതാത് വാർഡുകളിൽ പോയി വോട്ട് ചോദിച്ചു. വോട്ട് ചോദിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ, വോട്ട് ചെയ്യുന്നത് ജനങ്ങളല്ലേ, ഈ സ്ഥാനാർത്ഥി വേണ്ട എന്ന് നേതൃത്വത്തോട് ഞങ്ങൾ പറഞ്ഞതാണ്. അതിനകത്ത് മറ്റൊരു പ്രശ്നം കിടക്കുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് പ്രധാന റോൾ വഹിച്ചത് കുമ്മനം രാജശേഖരനാണെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. ഒരു വശത്തൂടെ തനിക്കെതിരെ വരുന്ന ആയുധങ്ങളെ മറ്റൊരു തരത്തിലേക്ക്
ഡയറക്റ്റ് ചെയ്ത് വിടുകയാണോ കെ സുരേന്ദ്രൻ നോക്കണം. കാരണം കുമ്മനം BJPയെ സംബന്ധിച്ച് ആർക്കും അങ്ങനെ എതിർപ്പുള്ള ഒരു നേതാവല്ല. ആ കുമ്മനം വന്ന് അവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തിലുള്ള ആളുകളെ കണ്ട്, കൗൺസിലർമാരെ കണ്ട് തീരുമാനിച്ച പേരുകളിൽ ഒന്ന്, 3 പേര് തീരുമാനിച്ചു, മറ്റു 2 പേരും സമ്മതിച്ചില്ല, ഇദ്ദേഹവും സമ്മതിച്ചില്ല. പക്ഷെ ഒരു പേര് അയക്കണമല്ലോ എന്ന് അയച്ചാണ്. അതായത് ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ കെ സുരേന്ദ്രന് മാത്രമല്ല കുമ്മനം രാജശേഖരനും റോളുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്, അല്ലെങ്കിൽ ഈ വിവാദത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെടുക്കുകയാണ് കെ സുരേന്ദ്രൻ ചെയ്തത്. യെസ്, എന്തായാലും അസാധാരണമായ സംഭവവികാസങ്ങൾക്കാണ് പാലക്കാട് BJPയും സംസ്ഥാന BJPയും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നോളം BJPക്കകത്ത് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ്, വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുൻപ് കെ സുരേന്ദ്രന്റെ ഒരു FB പോസ്റ്റ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായിരുന്നു? തൃശ്ശൂരിന് പിന്നാലെ പാലക്കാട്, വടക്കുംനാഥിന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ ജയമുറപ്പിച്ചുകൊണ്ടായിരുന്നു കെ സുരേന്ദ്രന്റെ FB പോസ്റ്റ്. ശരിയാണ്, കെ സുരേന്ദ്രൻ കോൺഫിഡന്റ് ആണ്. പക്ഷെ ആ ആത്മവിശ്വാസം സാധാരണ പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷന് കഴിഞ്ഞില്ല. ഇന്നും അദ്ദേഹം രാജി സന്നദ്ധത പ്രകടിപ്പിക്കുകയല്ല വേണ്ടിയിരുന്നത്, മാന്യമായി രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു വേണ്ടിയിരുന്നത്. BJPയുടെ ചരിത്രം നോക്കുമ്പോൾ 2005 തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ CK പത്മനാഭൻ മത്സരിച്ച് പരാജയപ്പെട്ട സമയത്ത് അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന PS ശ്രീധരൻപിള്ള രാജിവെച്ചിട്ടുണ്ട്. ഇന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ ചോദിച്ച മാധ്യമപ്രവർത്തകൻ ചോദിച്ച 2005 എന്നതിന് പകരം മാധ്യമപ്രവർത്തകന്റെ ചോദ്യം 2004 ശ്രീധരൻപിള്ള രാജിവെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ടെക്നിക്കലായ ഒരു ഇറാണ്. പക്ഷെ ഇത് കെ സുരേന്ദ്രൻ അറിയാം, 2004 ശ്രീധരൻപിള്ള രാജിവെച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യമാണ്, 2004 രാജിവെച്ചിട്ടില്ല. പക്ഷെ 2005 PS ശ്രീധരൻപിള്ള രാജിവെച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് സുരേന്ദ്രൻ നേടുന്നത് പോലെ ഒരു എതിർപ്പ് അന്ന് PS ശ്രീധരൻപിള്ള നേരിട്ടിട്ടില്ല. എന്നിട്ടും തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, എനിക്ക് തോന്നുന്നു 10-35 വോട്ടിനാണ് പിന്നിൽ പോയത്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച ഒരു ചരിത്രം BJPക്ക് ഉണ്ട്. താൻ തോൽവിയുടെ ഉത്തരവാദിത്തം പലരിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കെ സുരേന്ദ്രന്റെ നേതാവായ, അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ ഇന്ന് കാണുന്ന കെ സുരേന്ദ്രനാക്കിയ V മുരളീധരനെ കൂടി ഈ വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നു. അതായത് V മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് അരുവിക്കരയിൽ തിരഞ്ഞെടുപ്പ് നടന്നു, നെയ്യാറ്റിൻകരയിൽ തിരഞ്ഞെടുപ്പ് നടന്നു, പിറവത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. അതായത് ഈ 3 ഉപതെരഞ്ഞെടുപ്പ് ആ കാലത്ത് നടന്നു. അന്ന് പിറവത്ത് NDAയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 2000 വോട്ടാണ്. അന്ന് ഈ കാണുന്ന മാധ്യമ വിചാരണയും ഒപ്പം നിൽക്കുന്നവരുടെ വിചാരണയും V മുരളീധരനെതിരെ ഉണ്ടായില്ല. ആരും ഓർക്കാത്ത, രാഷ്ട്രീയ എതിരാളികൾ പോലും പറഞ്ഞു കൊടുക്കാത്ത ഒരു പോയിന്റ് V മുരളീധരനെ ഇകഴ്ത്തിക്കാട്ടാൻ, അല്ലെങ്കിൽ 3 ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട V മുരളീധരൻ അന്ന് രാജിവെച്ചില്ലല്ലോ എന്ന് മാത്രമല്ല, വെറും 2000 വോട്ട് കിട്ടിയിട്ട് പോലും അദ്ദേഹത്തെ ആരും ക്രൂശിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം പാർട്ടിക്കകത്തെ എതിരാളികൾക്ക്, തൻ്റെ എതിരാളികൾക്ക് ഇട്ടുകൊടുക്കുക കൂടിയാണ് സുരേന്ദ്രൻ ചെയ്തത്. യെസ്, എന്തായാലും ചരിത്രം മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു പ്രജാപതിയെയും സമൂഹം, രാജ്യം ഒരിക്കലും വാഴ്ത്തിയിട്ടില്ല. അവരൊക്കെ വീണ ചരിത്രമേ ഉള്ളൂ ഈ രാജ്യത്ത്. അത് കെ സുരേന്ദ്രനും ഓർക്കണം. ഇപ്പോൾ തൃശ്ശൂരിന് പിന്നാലെ പാലക്കാട്, വിശാലാക്ഷി, വടക്കുംനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ FB പോസ്റ്റ്. ശരി, സുരേന്ദ്രൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ആ ആത്മവിശ്വാസം സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. പ്രമീള ശശിധരൻ ഇന്ന് പറഞ്ഞതാണ് പഞ്ച് ഡയലോഗ്: വോട്ട് ചോദിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ, വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. ജനങ്ങളെ മറന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനും മുന്നോട്ട് പോകാനാകില്ല എന്ന സത്യം കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഓർത്താൽ അദ്ദേഹത്തിന് നല്ലത്.